ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, സങ്കീർത്തന മാതിരിയുടെ 84-ാമത്തെ എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തന പഠനം നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും ചിന്തയ്ക്കും ആത്മീയ നവോത്ഥാനത്തിനും ഹേതുവായി തീരുവാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 83 എപ്പിസോഡുകളിലൂടെ സങ്കീർത്തനങ്ങൾ ഓരോന്നും നമ്മൾ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. സങ്കീർത്തനങ്ങളുടെ ഓരോ വാക്യങ്ങളും വ്യാഖ്യാനപരമാണ്. അത് ഭൗതികമായി മാത്രം വ്യാഖ്യാനിച്ചതുകൊണ്ട് പ്രയോജനമില്ല. നമ്മളുടെ ജീവിതാനുഭവങ്ങളോട് ചേർന്നുകൊണ്ട് അതിനെ ധ്യാനിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ സങ്കീർത്തനങ്ങൾ പാട്ടുകളായി, ധ്യാനങ്ങളായി, കാവ്യങ്ങളായി ഒക്കെ നമ്മളുടെ മനസ്സിനെ മതിച്ചിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ 24-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യമാണ് നമ്മൾ ധ്യാനിച്ചത്. ഈ എപ്പിസോഡിൽ തുടർന്നുള്ള വാക്യങ്ങൾ പഠനത്തിനു വേണ്ടി, ധ്യാനത്തിനു വേണ്ടി സമർപ്പിക്കുകയാണ്. 24-ാം സങ്കീർത്തനം 2-ാം വാക്യം മുതലുള്ളത്: സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു, നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു. യഹോവയുടെ പർവ്വതത്തിൽ ആര് കയറും? അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും? വെടിപ്പുള്ള കൈകളും നിർമ്മല ഹൃദയവും ഉള്ളവൻ, വ്യാജത്തിന് മനസ്സുവെക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. അവൻ യഹോവയിൽ നിന്ന് അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തിൽ നിന്ന് നീതിയും പ്രാപിക്കും. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു എന്ന് പറഞ്ഞ് ഒരു വിശാല അർത്ഥത്തിൽ ദാവീദ് യഹോവയുടെ അതോറിറ്റി ഉറപ്പിച്ചു പറയുകയാണ്. അപ്പം എല്ലാത്തിൻ്റെയും ഉടമസ്ഥനും ഉടമയുമായ യഹോവയുടെ കാര്യവിചാരകന്മാരായാണ് നാം പ്രവർത്തിക്കേണ്ടതെന്ന് ഉറപ്പിച്ചു പറയുകയാണ്. ഇനിയും ഈ ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അവൻ എവിടെ സ്ഥാപിച്ചു, അതിനൊരു ശാസ്ത്രീയമായ വശം പഠിപ്പിക്കുകയാണ്. സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു, നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു. കഴിഞ്ഞ ആഴ്ച വ്യാഖ്യാനങ്ങൾ നമ്മൾ പറഞ്ഞതായിരുന്നു ആമുഖമായിട്ട്. അതായത് മൊത്തം വെള്ളത്താൽ മൂടപ്പെട്ട് കിടന്ന ഈ വലിയ മണ്ഡലത്തെ വിധാനം ഉപയോഗിച്ച് വേർപെടുത്തി കരയും കടലുമായി ഭൂമിയാക്കി സൃഷ്ടിപ്പുകൾ നടത്തി അവിടെ മനുഷ്യവർഗത്തെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ വലിയ കരുണയെപ്പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സമുദ്രങ്ങളുടെ മേലെ ഈ ഭൂമിയെയും അതിൻ്റെ പൂർണ്ണതയും ഒക്കെ ദൈവം സ്ഥാപിക്കുന്നു എന്ന് പറയുമ്പോൾ, നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതൊരു ശാസ്ത്രീയ സത്യവുമാണ്, അതോടൊപ്പം തന്നെ ഒരു താത്വികമായൊരു വ്യാഖ്യാനവും കൂടിയാണ്. കാരണം ഈ ഭൂമണ്ഡലത്തിൻ്റെ ഭൂരിഭാഗവും, അതായത് 2/3 ഭാഗവും കടലാണ്, കടലിനാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്, ജലാശയങ്ങളാണ്. ബാക്കി ഒരു ഭാഗം മാത്രമേ കരഭൂമിയുള്ളൂ. ആ ഉള്ള കരഭൂമിയിൽ തന്നെ പല ഭാഗങ്ങളിലും മനുഷ്യന് ചെല്ലെത്തുവാൻ കഴിയാത്തതായ മരുഭൂപ്രദേശങ്ങൾ, വലിയ കുന്നുകൾ, വനാന്തർ പ്രദേശങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗത്ത് മാത്രമേ മനുഷ്യൻ പാർക്കുന്നുള്ളൂ. നാലാങ്കൽ കൃഷ്ണപിള്ള പാടിയതുപോലെ, അനന്തം അജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം, അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്ന് തിരയുന്ന മർദ്ദൻ കഥ എന്തു കണ്ടു. അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്ന് തിരിയുന്ന മർദ്ദൻ കഥ എന്ത് കണ്ടു. അതെ, മനുഷ്യന് വ്യാഖ്യാനിക്കാൻ സാധിക്കാത്ത ഒരു വലിയ സംവിധാനത്തിൻ്റെ ഭാഗത്തിലാണ് നമ്മളായിരിക്കുന്നത്. എന്ന് വച്ചാൽ ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിലെ അതിവിശാലതയിലെ മനുഷ്യ സൃഷ്ടി എന്ന് പറയുന്നത് പലപ്പോഴും മറ്റു പല ജീവജാലങ്ങളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ, പല വന്യമൃഗങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ മനുഷ്യനൊന്നുമില്ല. പഴയ കാലത്തുണ്ടായിരുന്ന ദിനോസറുകളുമായി നോക്കുമ്പോൾ
വലിയ മാമൽസുമായിട്ട് നോക്കുമ്പോൾ, ഇന്നുള്ള ആനകളുമായിട്ട് നോക്കുമ്പോൾ, തിമിംഗലങ്ങളുമായി നോക്കുമ്പോൾ, സിംഹം, കടുവ അങ്ങനെയുള്ള ജീവജാലങ്ങളുമായിട്ട് നോക്കുമ്പോൾ മർദ്ദനൊന്നുമില്ല. ഒരു വലിയ പറവജാതിയുടെ ഭാരം പോലും ഒരു മനുഷ്യന് പലപ്പോഴും ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരു സിംഹത്തിൻ്റെയോ കടുവായുടെയോ 10 ശക്തി പോലും മനുഷ്യനില്ല എന്ന് പറയുന്നത് അതിശയോക്തിയല്ല. പക്ഷേ ഇങ്ങനെയുള്ള ശക്തി കുറഞ്ഞ ഇരുകാലി മൃഗമായ മനുഷ്യൻ ഇവയൊക്കെ നിയന്ത്രിക്കുവാൻ തക്കവണ്ണം ശക്തമായ ദൈവത്തിൻ്റെ രൂപത്തിൽ ഈ ഭൂമിയിലായിരിക്കുകയാണ്. മനുഷ്യനായിരിക്കുന്ന ഈ ഭൂമണ്ഡലത്തെ സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു, നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു. അപ്പം ജലാശയങ്ങളാൽ ചുറ്റപ്പെട്ട, അതിലിട്ടിരിക്കുന്ന, കടന്നു കയറാൻ പറ്റാത്തതായ രീതിയിലുള്ള ദൈവത്തിൻ്റെ ഒരു വലിയ സൃഷ്ടി അതുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു, നദികളുടെ മേൽ അതിനെ ഉറപ്പിച്ചു എന്ന് പറയുമ്പോൾ ഒരു നിലനിൽപ്പിന്, പ്രവർത്തനത്തിന് ഇതുമായിട്ടൊക്കെ ഒരു വലിയ ബന്ധമുണ്ട്. സമുദ്രമില്ലാതെ, നദികളില്ലാതെ, ആറില്ലാതെ, താഴ്വാരങ്ങളില്ലാതെ ഭൂമിക്ക് നിലനിൽപ്പില്ല. കൊച്ചു കൊച്ചു ജലാശയങ്ങളില്ലാതെ ഭൂമിക്ക് നിലനിൽപ്പില്ല. വെള്ളവും വായുവും പാർപ്പിടവും മനുഷ്യന് ഏറ്റവും ആവശ്യമാണ്. ഇവയുടെയൊക്കെ സംരക്ഷണവും ആവശ്യമാണ്. സമുദ്രത്തെ പോലും കാർന്നു ചെല്ലുന്ന രീതിയിലേക്ക് മനുഷ്യൻ ഇന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ജലാശയങ്ങളൊക്കെ ഇന്നും മനുഷ്യൻ കയ്യേറി. ചില കാര്യങ്ങൾ അവിടെ ഓർപ്പിക്കുകയാണ്. നദികളുടെ മേൽ ഭൂമണ്ഡലത്തെ ഉറപ്പിച്ചു, സമുദ്രത്തിൻ്റെ മേൽ അതിനെ സ്ഥാപിച്ചു എന്ന് പറയുമ്പോൾ വേർപിരിക്കാനാവാത്ത വലിയൊരു ബന്ധത്തിൻ്റെ വിചിത്രമായ വ്യാഖ്യാനം ദാവീദ് രാജാവ് അവിടെ നൽകുകയാണ്. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ഓർത്തോണം, നമ്മളൊക്കെ എത്രമാത്രം ഉയർന്നു പറഞ്ഞാലും നമ്മളുടെയൊക്കെ ചില അടിസ്ഥാനങ്ങളുണ്ട്. അടിസ്ഥാനം നമ്മൾ കാണാത്ത സ്ഥലങ്ങളില്ല. ഒരു വലിയ വടവൃക്ഷം വളർന്നു പന്തലിച്ച് നിൽക്കുകയാണ്. അതിൻ്റെ താഴ്വേര് താഴോട്ട് പോകുന്നുണ്ട്. അത് ഡീപ്പ് റൂട്ടഡായിട്ട് പോയേക്കുകയാണ്. ആ വേരെത്രയും താഴോട്ട് പോകുന്നുവോ അത്രയും മുകളിലോട്ട് പോകുന്ന വടവൃക്ഷത്തിന് ശക്തിയുണ്ട്. ആവശ്യമായ വളവും വെള്ളവും ഒക്കെ അതിന് കിട്ടും. ഒരു വലിയ വൃക്ഷം അതിൻ്റെ വേര് ചെറുതാണെങ്കിൽ അത് ഏത് നിമിഷവും താഴെ വീഴും. അതിന് പോഷണം കിട്ടത്തില്ല. ആയതുപോലെ ഭൂമിയിലായിരിക്കുന്ന ഭൂമി ഭൗതികമായ എത്ര മനോഹരയാണെങ്കിലും അതിൻ്റെ കറങ്ങുന്ന അച്ചുതണ്ട്, അതിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ സംഗതികൾ, ശുദ്ധവായു ലഭ്യമാക്കാൻ, മഴയും വെള്ളവും ലഭിക്കുവാൻ, അതിൻ്റെ പ്രയാണത്തിന് ആവശ്യമായ വസ്തുവകകൾ കരഗതമാക്കുവാൻ ഒക്കെ ഈ സമുദ്രവും ജലാശയങ്ങളും ഒക്കെ വേണം. മനുഷ്യൻ്റെ നിലനിൽപ്പിന് സമുദ്രം വേണം. അതുകൊണ്ട് തന്നെയല്ലേ കടലിനെ കുറിച്ച് പറയുമ്പോൾ കടലമ്മ എന്നാണ് പറയുന്നത്. ഭൂമിയെ ഭൂമിദേവി എന്ന് പറയുന്നു, കടലിനെ കടലമ്മ എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഓർത്തോണം. നമ്മളുടെ പൂർവികന്മാർക്ക് അവർ ഗോത്രവിഭാഗങ്ങളായി അവരലഞ്ഞു തിരിഞ്ഞ് ആദിവാസികളെപ്പോലെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പോലും ഇവയൊക്കെ ബഹുമാനിച്ചിരുന്നു, ആദരിച്ചിരുന്നു. ഒരുപക്ഷെ പൂർവ്വകാലത്ത് അവയൊക്കെ ആരാധിച്ചിരുന്നു. പ്രപഞ്ചശക്തികളെ ആരാധിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. പ്രപഞ്ചശക്തികളെ ആരാധിച്ചിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ നിസ്സാരവൽക്കരിക്കേണ്ട കാര്യമില്ല. എങ്ങും ഒരു ദൈവചൈതന്യം അവർ കണ്ടിട്ടുണ്ട്. മഴയിലും വെള്ളത്തിലും കടലിലും ആറ്റിലും സൂര്യനിലും ചന്ദ്രനിലുമൊക്കെ ദൈവത്തിൻ്റെ പ്രകാശം കാണുന്നു. എങ്ങും പരക്കുന്ന പ്രകാശത്തിൻ്റെ സ്ഫുലിംഗങ്ങൾ അവിടെ കാണുമ്പോൾ അവയൊക്കെ ആദരവോടെ കാണുവാൻ മനുഷ്യന് സാധിച്ചിരുന്നു. ഇന്ന് നമ്മൾക്കൊന്നിനോടും ബഹുമാനമില്ല. നമുക്ക് നമ്മോട് തന്നെ ബഹുമാനമില്ല, സമൂഹത്തോട് ബഹുമാനമില്ല, പരിസ്ഥിതിയോട് ബഹുമാനമില്ല, മണ്ണിനോടും ജലത്തോടും ബഹുമാനമില്ല. മണ്ണിനോടും ജലത്തോടും ബഹുമാനമില്ലാത്തത് കൊണ്ടാണ് അവയെ നമ്മൾ മലിനമാക്കി കളയുന്നത്. സമൂഹത്തെ നമ്മൾ മലിനമാക്കുന്നത്, മനുഷ്യനെ മലിനമാക്കുന്നത്. മനുഷ്യൻ്റെ പ്രാണനെ, മനുഷ്യൻ്റെ ജീവനെ, സൃഷ്ടിയുടെ തുടിപ്പിനെ ആദരവും ബഹുമാനവും ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവനവനോട് തന്നെ ബഹുമാനം കാണത്തില്ല. അതുകൊണ്ട് തന്നെ സങ്കീർത്തനക്കാരൻ പറയുന്ന സമുദ്രത്തിന്മേൽ അവൻ ഭൂമണ്ഡലത്തെ സ്ഥാപിച്ചു എന്ന് പറയുമ്പോൾ, നദികളുടെ മേൽ ഉറപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിനെ തെറ്റായ വ്യാഖ്യാനത്തോടെ എടുക്കണ്ട.
അതുകൊണ്ട് തന്നെ ഓർത്തോണം, വെള്ളത്താൽ മൂടപ്പെട്ട് പാഴും ശൂന്യവുമായി കിടന്നിരുന്ന ഈ വലിയ മണ്ഡലത്തെ ദൈവം വിധാനം ഉപയോഗിച്ച് വേർതിരിച്ച്, മുകളിലും താഴെയുമായി വേർതിരിച്ച് മനുഷ്യന് പാർക്കുവാൻ തക്കവണ്ണം നൽകി. മുകളിലേക്ക് പോയ വെള്ളം എവിടെ പോയെന്നുള്ളതിനെക്കുറിച്ച് പലപ്പോഴും നമുക്ക് സംശയം കാണും. അതായത് ഓസോൺ പാളിയായി രൂപപ്പെട്ടത് ഇപ്രകാരം മാറ്റപ്പെട്ട വെള്ളമായിരിക്കാം. കാരണം ഓക്സിജൻ്റെ ഘനീഭവിച്ച രൂപമാണ് ഓസോൺ എന്ന് പറയുന്നത്. ഇന്ന് ഓസോൺ പാളിക്ക് പോലും ക്ഷയം സംഭവിച്ചിരിക്കുകയാണ്. ഈ ക്ഷയം സംഭവിച്ച അനുഭവങ്ങളെ നമ്മൾ വിലയിരുത്തണം. സമുദ്രം മലിനമായാൽ, നദികൾ മലിനമായാൽ ഭൂമണ്ഡലത്തിൻ്റെ ഉറപ്പിനെ അത് ബാധിക്കും. കാറ്റും കോളും കൂടും. സമുദ്രം കരയിലേക്കും നദികൾ തീരപ്രദേശങ്ങളിലേക്കും ഏറി വരും. അനേകരുടെ മരണത്തിന് അത് ഹേതുവായി തീരും. സുനാമിയും മറ്റും വർദ്ധിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും ദാവീദിൻ്റെ ഈ വാക്കുകൾ നമ്മൾ ധ്യാനത്തോടും ശ്രദ്ധയോടും കൂടിയിരിക്കണം. സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു. വിശാലമായ സമുദ്രങ്ങളുടെ മേൽ, ജലം മൂടിയിരിക്കുന്ന സമുദ്രങ്ങളുടെ മേൽ ഭൂമണ്ഡലത്തെ സ്ഥാപിച്ചു എന്ന് പറയുമ്പോൾ ഈ ഭൂമണ്ഡലത്തെ മുക്കിക്കളയുവാൻ ശേഷിയുള്ള സമുദ്രമാണ് നമുക്ക് ചുറ്റുമുള്ളത്. ജപ്പാൻ ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളും സമുദ്രത്തിൽ അപ്രത്യക്ഷമായി പോകുമെന്ന് പ്രവചനങ്ങളുണ്ട്. ശാസ്ത്രജ്ഞന്മാരും ഭയക്കുന്നുണ്ട്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, വലിയ വലിയ ചൂടും വലിയ വലിയ താപവും വർദ്ധിച്ചു വരുന്തോറും ഹിമപാളികൾ അടർന്ന് ജലമായി മാറി, ജലാംശത്തിൻ്റെ അളവുയർന്ന് ഊഷ്മാവിൻ്റെ അളവിൽ വ്യത്യാസം വന്ന് കടലിനകപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ, മഞ്ഞുകട്ടകൾ ഉരുകുന്ന അനുഭവങ്ങൾ, ഇതൊക്കെ ഉണ്ടാകാം. ആ അവസ്ഥ ഉണ്ടാകാതിരിക്കുവാൻ തക്കവണ്ണം മനുഷ്യനൊരു വലിയ ശ്രദ്ധ പുലർത്തേണ്ടിയിരിക്കുന്നു. ഇവയൊക്കെ കരുതുവാൻ തക്കവണ്ണം മുന്നിട്ടിറങ്ങേണ്ടിയിരിക്കുന്നു. വീണ്ടും പറയുന്നു, യഹോവയുടെ പർവ്വതത്തിൽ ആര് കയറും? അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും? ആദ്യം പറഞ്ഞ ചിന്താധാരകളിൽ നിന്ന് വ്യത്യസ്തമായൊരു വ്യാഖ്യാന തലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതായത് ഭൂമിയെക്കുറിച്ചും ഭൂമണ്ഡലത്തെക്കുറിച്ചും ഭൂതലത്തെക്കുറിച്ചും അതിൻ്റെ പൂർണ്ണതയെക്കുറിച്ചും നിവാസികളെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ട് സമുദ്രങ്ങളുടെ മേൽ അവനതിനെ സ്ഥാപിച്ചു, നദികളുടെ മേൽ അവനതിനെ ഉറപ്പിച്ചു എന്ന് പറഞ്ഞതിൻ്റെ ശേഷം അടുത്ത ഒരു വ്യാഖ്യാനം, യഹോവയുടെ പർവ്വതത്തിൽ ആര് കയറും? അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും? ഒരു വലിയ ചോദ്യമാണ്. ആരാണ് യഹോവയുടെ പർവ്വതത്തിൽ കയറുന്നത്? അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആരാണ് നിൽക്കുന്നത്? പ്രത്യേകിച്ച് പഴയ കാലത്ത് ഒരു സൂപ്പർമാൻ കൺസെപ്റ്റുകളൊക്കെ നിലനിൽക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പഴയ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ദാവീദ് സങ്കീർത്തനം എഴുതുന്ന കാലഘട്ടത്തിൽ ഗ്രീക്ക് റോമൻ പശ്ചാത്തലത്തിലെ ദേവന്മാരെക്കുറിച്ചും മറ്റുമുള്ള വ്യാഖ്യാനങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. പല കൈകളുള്ളവർ, കാലുകളുള്ളവർ, അദൃശ്യരാകാൻ ശക്തിയുള്ളവർ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശക്തിയുള്ളവർ, അങ്ങനെയുള്ള അനേകം സൂപ്പർ ബീയിങ്സ് ഉണ്ടായിരുന്നു. എന്നാൽ ആ സൂപ്പർ ബീയിങ്സിനേക്കാളും അപ്പുറമായ ചില വ്യാഖ്യാനങ്ങളിലേക്ക് ദാവീദ് എത്തുകയാണ്. യഹോവയുടെ പർവ്വതത്തിൽ ആരാണ് കയറുന്നത്? അവൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ ആരാണ് നിൽക്കുന്നത്? ഒറ്റയടിക്കൊരു വ്യാഖ്യാനം നമ്മൾ കൊടുക്കും. അയ്യോ, മാലാകന്മാരാണോ? ഇത്തിരി നല്ല പ്രവൃത്തികൾ ചെയ്തവരാണോ? അല്ലെങ്കിൽ അതിശയങ്ങൾ ചെയ്തവരാണോ? ഈ ലോകത്തിനപ്പുറമായുള്ള അമാനുഷികരാണോ? ഒരുപക്ഷെ അന്നത്തെ കാലത്ത് അങ്ങനെ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. മാലാകന്മാരെ കണ്ടാൽ മരിക്കണമെന്നുള്ളൊരു കൺസെപ്റ്റ് നിലനിന്ന ഒരു കാലഘട്ടത്തിലാണ് അന്നത്തെ സമൂഹം നിലനിന്നിരുന്നത്. മാലാകന്മാരെ കാണുന്നത് പോലും പേടി, കണ്ടാൽ മരിക്കണം. അതുകൊണ്ടാണ് പഴയ നിയമ കാലഘട്ടത്തിൽ ശിംശോൻ്റെ പിതാവായ മനോഹയ്ക്ക് ദൈവദൂതൻ്റെ ദർശനമുണ്ടായപ്പോൾ, അയ്യോ, ഞാൻ ദൈവത്തിൻ്റെ ദൂതനെ കണ്ടല്ലോ, ഞാൻ മരിക്കണമല്ലോ എന്ന് വിലപിച്ചത്. ആ കൺസെപ്റ്റിൽ നിന്ന് വ്യത്യസ്തമായ വേറൊരു തലത്തിലേക്ക് വരികയാണ്. യഹോവയുടെ പർവ്വതത്തിൽ ആരാണ് കയറുന്നത്? അപ്പോൾ യഹോവയുടെ പർവ്വതം ഏതാണെന്ന് ചിന്തിക്കണം. ആദ്യം അവൻ്റെ വിശുദ്ധ സ്ഥലം ഏതാണെന്ന് ചിന്തിക്കണം. നമ്മൾ ഈ പറയുന്നത് പോലെ മോശ കടന്നു ചെന്ന ആ ഹോറേബ് എന്ന് പറയുന്ന വലിയ പർവ്വതമാണോ ദൈവത്തിൻ്റെ പർവ്വതം? അന്നത്തെ കാലഘട്ടത്തിൽ അതാണ്. യഹോവ പർവ്വതദേവനാകുന്നു എന്ന് പഠിപ്പിച്ചവരുണ്ടായിരുന്നു. അങ്ങനെയുള്ള ജനവിഭാഗങ്ങളുണ്ടായിരുന്നു. അവൻ പർവ്വതദേവനാകുന്നു. ഇസ്രായേലിന് വിജയം കിട്ടുന്നത് അതുകൊണ്ടാണ്. പർവ്വതങ്ങളിൽ നിന്ന് യഹോവ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. ആ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. യഹോവയുടെ ആ ഒരു ചിന്താധാര അന്ന് അവർ വളർത്തിയിരുന്നു.
അതുകൊണ്ട് തന്നെ സങ്കീർത്തനക്കാരൻ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. അപ്പം ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി, ഏതാണ് യഹോവയുടെ പർവ്വതം? അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആരാണ് നിൽക്കുന്നത്? യഹോവയുടെ പർവ്വതവും അവൻ്റെ വിശുദ്ധ സ്ഥലവും അതേതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ ആ കർത്താവ് പുതിയ നിയമത്തിൽ പറയുന്നത്, ശമര്യക്കാരി സ്ത്രീയോട് പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പറയുന്നത്, ഈ മലയിലുമല്ല ആ മലയിലുമല്ല യഹോവയെ ആരാധിക്കുന്നത്. യഹൂദന്മാർ അവരുടെ വിശുദ്ധ സ്ഥലത്തെക്കുറിച്ചും ശമര്യർ അവരുടെ വിശുദ്ധ സ്ഥലത്തെക്കുറിച്ചും ആരാധനയ്ക്ക് വേണ്ടിയുള്ള സ്ഥല നിർവചനം നൽകിയിരുന്നു. എന്നാൽ കർത്താവ് നൽകിയത് അങ്ങനെയല്ല. ഈ മലയിലുമല്ല ആ മലയിലുമല്ല, സത്യവിശ്വാസികൾ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു തലമുണ്ടാകും. ഇവിടെ സങ്കീർത്തനക്കാരൻ നമ്മളെ ഓർപ്പിക്കുകയാണ്, യഹോവയുടെ പർവ്വതവും അവൻ്റെ വിശുദ്ധ സ്ഥലത്തും അവിടേക്ക് ആര് കയറുമെന്നുള്ളൊരു ചോദ്യം ചോദിക്കുകയാണ്. യഹോവയുടെ പർവ്വതത്തെക്കുറിച്ചും അവൻ്റെ വിശുദ്ധ സ്ഥലത്തെക്കുറിച്ചും നമുക്കൊരു ബോധ്യം ആദ്യം ഉണ്ടാകണം. എന്നിട്ട് ശേഷം മാത്രമേ അവിടെ ആര് കയറുമെന്ന് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. ഒരു ചോദ്യമാണ്, ആരവിടേക്ക് കയറാൻ പറ്റും? ആരവിടേക്ക് പോകും? ഞാൻ ആരെ അയക്കേണ്ടു, ആർ എനിക്കായി പോകുമെന്ന് ദൈവത്തിൻ്റെ സ്വരം കേട്ട് യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട്. അടിയനെ അയക്കണം, അടിയനെ അയക്കണമേ എന്ന് ശമൂവേൽ പ്രവാചകൻ അതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട്. ആർ നമുക്കായി പോകും? ആരാരെനിക്കായി പോകും? അതേ പ്രിയമുള്ളവരെ, ഒരു വലിയ ചോദ്യമായത്. എന്താണ് ദൈവത്തിൻ്റെ പർവ്വതം, അവൻ്റെ വിശുദ്ധ സ്ഥലം? നമ്മൾ വ്യവച്ഛേദിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾക്കിന്നും തിരിച്ചറിയാനാവാത്ത ചില യാഥാർത്ഥ്യങ്ങളിൽ ഒന്നതാണ്. ദൈവത്തിൻ്റെ പർവ്വതവും ദൈവത്തിൻ്റെ വിശുദ്ധ സ്ഥലവും തേടിയുള്ള ഓട്ടത്തിലാണ് അനേകർ തീർത്ഥാടകരായിട്ട് പോയിട്ടുണ്ട്, അനേകരും മരണപ്പെട്ടിട്ടുണ്ട്, ദൈവത്തെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. സ്വർഗരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ എന്നുള്ള ദൈവത്തിൻ്റെ സ്വരം നമ്മൾക്ക് ശ്രദ്ധിക്കണം. ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ അവിടെ ഭൗതികമായിട്ട് കയറിയില്ലെങ്കിലും അവിടെ കയറുവാനുള്ള ഒരു ഒരുക്കം നമ്മൾ നടത്തണം. നിങ്ങൾ ഞാനുമൊക്കെ ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതമാണ്, അവൻ്റെ വിശുദ്ധ സ്ഥലങ്ങളാണ്. ദൈവത്തിൻ്റെ പർവ്വതങ്ങൾ നമ്മൾ ഈ ലോകത്തിൽ സൃഷ്ടിക്കണം. ദൈവത്തിൻ്റെ വിശുദ്ധ സ്ഥലമായി നമ്മളായിത്തീരണം. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ നിൻ്റെ കാൽ നിന്ന് ചെരുപ്പ് അഴിച്ചുകളക എന്ന് മോശയോട് വലിയവനായ ദൈവം കൽപ്പിച്ചുവെങ്കിൽ, മരുഭൂമിയുടെ ഒരു ഭാഗം ദൈവത്തിൻ്റെ വിശുദ്ധ സ്ഥലമാക്കി മാറ്റപ്പെട്ടെങ്കിൽ, ഇന്ന് നമ്മുടെ ഓരോ സ്ഥലങ്ങളും ദൈവത്തിൻ്റെ വിശുദ്ധ സ്ഥലങ്ങളാക്കി മാറ്റപ്പെടണം. നമ്മളുടെ മനസ്സ് ദൈവത്തിൻ്റെ പർവ്വതവും വിശുദ്ധ സ്ഥലവുമാകണം. നമ്മളുടെ ജീവിത പങ്കാളികൾ ദൈവത്തിൻ്റെ സ്ഥലവും വിശുദ്ധ സ്ഥലവുമാകണം. നമ്മളുടെ മക്കൾ അങ്ങനെയായി തീരണം. നമ്മളുടെ സമ്പാദ്യം ദൈവത്തിൻ്റെ വിശുദ്ധ സ്ഥലമാകണം. നമ്മളുടെ പാർപ്പിടങ്ങൾ ദൈവത്തിൻ്റെ വിശുദ്ധ സ്ഥലമാകണം. ചിന്താധാരകൾ ദൈവത്തിൻ്റെ വിശുദ്ധ സ്ഥലമാകണം. നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും ദൈവത്തിൻ്റെ വിശുദ്ധ സ്ഥലത്തേക്ക് നയിക്കപ്പെടുവാനിടയാകണം. കാവ്യാത്മകമായ ഒരു ചോദ്യമായി മാത്രം നമ്മളിതിനെ കാണരുത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം, യഹോവയുടെ പർവ്വതത്തിൽ ആര് കയറും? ആരെങ്കിലും കയറാൻ വരുന്നുണ്ടെങ്കിൽ അതിൽ അസൂയാലുക്കളാകുകയല്ല നമ്മളുടെ ദൗത്യം. വിശുദ്ധ സ്ഥലത്ത് നിൽക്കുവാൻ യോഗ്യതയുള്ളവരെയും പർവ്വതത്തിൽ കയറുവാൻ സാധ്യതയുള്ളവരെയും നശിപ്പിക്കുകയല്ല നമ്മുടെ ദൗത്യം. അവിടേക്ക് കയറുവാൻ ചിലരെയൊക്കെ പ്രേരിപ്പിക്കണം. 4-ാമത്തെ വാക്യത്തിൽ ദാവീദ് വീണ്ടും പറയുകയാണ്, അവിടേക്ക് ആര് കയറുമെന്നുള്ളതിന് മറ്റൊരു വ്യാഖ്യാനം കൊടുക്കുന്നു. ഞാൻ ആ പറഞ്ഞ ചിന്തകളോട് ചേർത്ത് നമ്മൾ ചിന്തിക്കണം. ആരാണ് അവിടെ കയറുന്നത്? ഞാൻ പറഞ്ഞല്ലോ, സൂപ്പർ ഹ്യൂമൻ ബീങ്സ് ഒന്നും അല്ല അവിടെ കയറുന്നത്. അദൃശ്യരാകാൻ കഴിവുള്ളവരല്ല അവിടെ കയറുന്നത്. ദൂതന്മാരുടെ ഭാഷയിൽ സംസാരിക്കുന്നവരല്ല. മനുഷ്യരുടെ ഭാഷയുടെ എല്ലാ ശാസ്ത്രങ്ങളും അറിയുന്നവനല്ല. പറയുന്നു, വെടിപ്പുള്ള കൈകളും നിർമ്മല ഹൃദയവും ഉള്ളവൻ, വ്യാജത്തിനും മനസ്സു വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. അവൻ യഹോവയിൽ നിന്ന് അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തിൽ നിന്ന് നീതിയും പ്രാപിക്കും. ആരൊക്കെ അവിടെ കയറുന്നത്? നമ്മൾ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ പർവ്വതവും ദൈവത്തിൻ്റെ വിശുദ്ധ സ്ഥലവും നമ്മൾ സൃഷ്ടിച്ച് നമ്മൾ അവിടെ ആയിരിക്കുവാനുള്ള യോഗ്യത നേടണം, അനേകരെ ചേർക്കണം. ഇനിയും കാലത്തിനതീതമായ അഭൗമികമായ ആ വിശുദ്ധ പർവ്വതത്തിലേക്ക്
അവിടേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം നമ്മൾക്ക് യോഗ്യത നേടണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഗുണങ്ങൾ വേണമെന്ന് പറയുന്നു. വിദ്യാഭ്യാസം വലുത് വേണമെന്ന് പറയുന്നില്ല, നല്ല കുടുംബത്തിൽ ജനിക്കണമെന്ന് പറയുന്നില്ല, സമ്പന്നരാകണമെന്ന് പറയുന്നില്ല, വലിയ ചിന്തകരാകണമെന്ന് പറയുന്നില്ല, അനേകരുടെ സപ്പോർട്ട് കിട്ടണമെന്നും പറയുന്നില്ല. അവിടെ പറയുന്നു വെടിപ്പുള്ള കൈകളും നിർമ്മല ഹൃദയവും ഉള്ളവരായിരിക്കണം. വെടിപ്പുള്ള കൈകളും നിർമ്മല ഹൃദയവും ഉള്ളവരായിരിക്കുക എന്ന് വെച്ചാൽ കൈകൾ ഭംഗിയായി കഴുകുക എന്നുള്ളതല്ല. എൻ്റെയും നിങ്ങളുടെയും കരങ്ങളിൽ ആരുടെയും കണ്ണുനീരിൻ്റെ അംശം പറ്റരുത്. എൻ്റെയും നിങ്ങളുടെയും കൈകളിൽ ചതിവിൻ്റെ അംശം പറ്റരുത്. ചതിവിൻ്റെ നാണയം നമ്മൾ പറ്റരുത്. ചതിവിൻ്റെ സമ്പാദ്യം നമ്മളുടെ കൈകളിൽ വരരുത്. ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി സൃഷ്ടിച്ചു തന്നിരിക്കുന്ന ഈ കരങ്ങൾ വിശുദ്ധിയുടെ കരങ്ങളാണ്. നിന്റെ കരങ്ങൾ നിന്നെ കിടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ വെട്ടിക്കളക എന്ന് തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ മുറിച്ച് കളഞ്ഞതുകൊണ്ട്, കൈകൾ മുറിച്ച് കളഞ്ഞതുകൊണ്ട്, കൈകളില്ലാത്തത് കൊണ്ട് കൈകളുടെ വെടുപ്പ് പാലിക്കപ്പെടാമെന്നും കർത്താവ് പറയുന്നില്ല. എന്ന് വെച്ചാൽ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന കരങ്ങളുണ്ട്. ദൈവത്തിൻ്റെ കരങ്ങൾ എന്ന് വെച്ചാൽ കരുതലിൻ്റെ കരങ്ങളാണ്, മനുഷ്യനെ സൃഷ്ടിച്ച കരങ്ങളാണ്, ആശ്വാസത്തിൻ്റെ കരങ്ങളാണ്. അപ്പോൾ ഈ നമ്മൾക്ക് തന്നിരിക്കുന്ന ഈ കരങ്ങൾ നമ്മൾ ഓർത്തോണം, കുരിശു വരയ്ക്കാൻ ഉപയോഗിക്കുന്നു, അനുഗ്രഹിക്കാൻ ഉപയോഗിക്കുന്നു, പ്രാർത്ഥിക്കുമ്പോൾ കൈകൾ നീട്ടിപ്പിടിക്കുന്നു, അവിടെ നമ്മളുടെ കണ്ണുനീരുകൾ തുടയ്ക്കുന്നു. ഇതുകൊണ്ട് മാത്രം ഈ കരങ്ങൾ നമ്മൾ ഉപയോഗം തീർക്കുന്നില്ല. നമ്മൾക്ക് ശാരീരികമായ ഉപയോഗത്തിന് ഉപയോഗിക്കുന്നു, അതുകൊണ്ട് മാത്രം നമ്മൾ തീർക്കുന്നില്ല. ദൈവം തന്നിരിക്കുന്ന ഈ കരങ്ങൾ, അതുകൊണ്ട് തന്നെ നമ്മൾ ആലോചിച്ചോണം, എന്തുകൊണ്ടാണ് പല ചിന്തകളിലും പറയാറുണ്ട് ചില അമാനുഷികമായ ചില സൃഷ്ടികൾക്ക് പല കരങ്ങളുണ്ട്, ആ പല കരങ്ങൾ കൊണ്ട് പലത് ചെയ്യുന്നുണ്ട്. നമ്മൾ തന്നെ ചിന്തിച്ചോണം. ഞാൻ അത്ഭുതപ്പെടാറുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് 5-6 കരങ്ങൾ ചില ദേവസങ്കല്പങ്ങളിലുണ്ട്. പക്ഷേ നമുക്ക് 2 കരങ്ങളെ ഉള്ളെങ്കിലും ഈ ബലഹീനനായ മനുഷ്യൻ ആ 2 കരങ്ങൾ കൊണ്ട് തന്നെ ഇതിൻ്റെ അപ്പുറമായിട്ട് ചെയ്യുന്നുണ്ട്. കരങ്ങളൊന്നും ഇല്ലാതെ തന്നെ ചിലർ നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ടോ? അംഗവൈകല്യമുള്ള ചില മനുഷ്യരുണ്ട്, അവർക്ക് 2 കൈയും 2 കാലുമില്ല, അവർ പക്ഷേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പലതിനെയും കരത്തിലാക്കുവാൻ തക്കവണ്ണം ദൈവം മനുഷ്യന് കരങ്ങളെ നൽകിയിരിക്കുകയാണ്. ഈ 2 കരങ്ങൾ എനിക്ക് പോരാ എന്ന് ചിന്തിക്കുമ്പോഴാണ് പ്രശ്നം. കൈകളുടെ വെടുപ്പെന്ന് പറയുന്നത് ഈ കൈകളിൽ നിന്ന് മറ്റു പലതും പൊട്ടിമുളയ്ക്കുന്നുണ്ട്. പലപ്പോഴും ഓർത്തോണം, ഗ്രീക്ക് റോമൻ പുരാണങ്ങളിൽ, പ്രത്യേകിച്ച് യവന പുരാണത്തിൽ പലത് പറയുന്നുണ്ട്. ഈശ്വരന്മാരായി സങ്കല്പിച്ചിട്ടുള്ളവർ പല കരങ്ങൾ കൊണ്ട് പലത് ചെയ്യുന്നു. ഈശ്വരന്മാർ പോലും പല കരങ്ങൾ കൊണ്ട് ചെയ്യുന്നത് ദൈവം തമ്പുരാൻ മനുഷ്യന് നൽകിയിരിക്കുന്നത്, സർവേശ്വരൻ ഈ മനുഷ്യവർഗത്തിന് നൽകിയിരിക്കുന്നത്, നീ 2 കരങ്ങൾ കൊണ്ട് ചെയ്താൽ മതി. ഞങ്ങൾ 6 കരങ്ങൾ കൊണ്ട് ചെയ്യുന്നത് നിങ്ങൾ 2 കരങ്ങൾ കൊണ്ട് ചെയ്തു. ഈ കൈകളിൽ നിന്ന് വ്യത്യസ്തമായ ചില പ്രവർത്തനങ്ങൾ മനുഷ്യരിൽ ഉണ്ടാകുന്നുണ്ട്. ശപിക്കുവാനും ദുഷിക്കുവാനും അരുതാത്തത് പ്രവർത്തിക്കുവാനും വ്യർത്ഥമായ കാമകേളികളിൽ ആറാടുവാനും നിന്ദകളും ദുഷികളും വർദ്ധിപ്പിക്കുവാനും നമ്മൾ ചെയ്യുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ കൈകൾ എത്ര വെടിപ്പാക്കിയാലും എത്ര സെൻറ്റ് പൂശിയാലും സുഗന്ധം വരത്തില്ല. വില്യം ഷേക്സ്പിയറിൻ്റെ മാക്ബത്തിൽ പറയുന്നത് പോലെ, അറേബ്യയിലെ 1000 സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് പൂശിയാലും ഈ കൈകളിലെ രക്തക്കറകൾ പോകത്തില്ല. മാക്ബത്ത് രാജാവിനെ ഭീതിപ്പെടുത്തിയതുപോലെ നമ്മളുടെ കരങ്ങൾ നീട്ടിപ്പിടിച്ച് നോക്കണം. എൻ്റെ ദൈവമേ, ഈ കരങ്ങളിൽ നിന്ന് ഭീതിതമായ പലതും ഉണ്ടാകുന്നുണ്ടോ? വെടിപ്പുള്ള കൈകൾ ഉണ്ടാകണം. വീണ്ടും പറയുന്നു, നിർമ്മല ഹൃദയമുണ്ടാകണം. വ്യാജത്തിന് മനസ്സ് വയ്ക്കരുത്, കള്ളസത്യം ചെയ്യരുത്. നിർമ്മല ഹൃദയത്തിലൂടെ പോകുക എന്ന് വെച്ചാൽ മനസ്സിൽ പലതുണ്ട്, മനസ്സിൽ ചിന്താധാരകൾ പലതുണ്ട്. പക്ഷേ ചിന്താധാരകൾ പലതുണ്ടെങ്കിലും മനസ്സിലൊരു നിഷ്കളങ്കത വേണം. പ്രിയമുള്ളവരെ, സർവേശ്വരൻ നമ്മളെ സഹായിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? മനുഷ്യൻ്റെ വലിയ മിടുക്കൊന്നും കണ്ടുകൊണ്ടല്ല. ചില മനുഷ്യർ ഒത്തിരി മിടുക്കരും ഒത്തിരി സമ്പന്നരും ഒന്നും അല്ലെങ്കിലും നിഷ്കളങ്ക മനസ്കരാണ്. കൂടുതലായിട്ട് ചില കാര്യങ്ങളെക്കുറിച്ച് വ്യാഖ്യാനിക്കാൻ പോകത്തില്ല, ചിന്തിക്കാൻ പോകത്തില്ല, മനസ്സ് കളങ്കപ്പെടുത്താൻ പോകത്തില്ല. അപ്പം നിർമ്മലമായ പ്രവൃത്തികളും നിർമ്മലമായ മനസ്സുമുള്ളവൻ, നമ്മുടെ ഭാരതീയ ചിന്തകന്മാർ പറയുന്നത് പോലെ, മനസ്സേകം വജസ്യേകം കർമ്മണ്യേകം സദാത്മന. മനസ്സും വാക്കും പ്രവൃത്തിയും ഒരുപോലെ ഉള്ളവനാണ് നല്ല മനുഷ്യൻ.
മനസ്സന്യാത് വചസന്യാത് കർമ്മണ്ണന്യാത് ദുരാത്മനാം. മനസ്സും വാക്കും പ്രവൃത്തിയും വ്യർത്ഥമായ രീതിയിലുള്ളവൻ, വ്യർത്ഥമായ രീതിയിൽ പലതായി ചലിപ്പിക്കുന്നവൻ, അവനാണ് ദുഷ്ടൻ. അതുകൊണ്ട് എപ്പോഴും ഓർത്തോണം, കൈകൾ വെടിപ്പുള്ളതാകണം, ഹൃദയം നിർമ്മലമാകണം, വ്യാജത്തിന് മനസ്സ് വയ്ക്കാത്തവനാകണം, കള്ളസത്യം ചെയ്യാത്തവനാകണം. അങ്ങനെയുള്ളവൻ യഹോവയുടെ പർവ്വതത്തിൽ കയറും. അവൻ യഹോവയിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കും, തൻ്റെ രക്ഷയുടെ ദൈവത്തിൽ നിന്ന് നീതി പ്രാപിക്കും. തൻ്റെ രക്ഷയുടെ ദൈവത്തിൽ നിന്ന് നീതി പ്രാപിക്കും. എനിക്ക് നിങ്ങൾക്കും വേണ്ടതും ആവശ്യമായതും ഈ ഒറ്റ സംഗതിയാണ്. പ്രിയമുള്ളവരെ, ലോകത്തിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്യണമെന്നില്ല. നമ്മളുടേതായിട്ടുള്ള ഒരു ഇംപ്രിൻറ്റ്, നമ്മളുടെ ഒരു കാൽപ്പാട് പതിപ്പിച്ചിട്ട് പോകുവാൻ. വെടിപ്പുള്ള കൈയുള്ളവൻ, നിർമ്മല ഹൃദയമുള്ളവൻ, വ്യാജത്തിന് മനസ്സ് വയ്ക്കാത്തവൻ, കള്ളസത്യം ചെയ്യാത്തവൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മൾ കയറിയിരിക്കും. ദൈവത്തിൻ്റെ ആ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ വലിയവനായ ദൈവം സഹായിക്കട്ടെ. 24-ാം സങ്കീർത്തനം 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങളുടെ ധ്യാനം ഉദാത്ത മനുഷ്യരായി, സ്നേഹിതരായി, മനുഷ്യസ്നേഹികളായി വർദ്ധിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുന്ന മാർഗമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.